പത്മജ വേണുഗോപാൽ അല്പസമയത്തിനകം ബി.ജെ.പി. അംഗത്വം സ്വീകരിക്കും. പത്മജ ബി.ജെ.പി. ആസ്ഥാനത്തേക്ക് പുറപ്പെട്ടു. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ഗൗതം അനന്തനാരായണൻ ചേരുന്നുണ്ട്. ഗൗതം, എന്തായാലും 6:30 ബി.ജെ.പി. അംഗത്വം പത്മജ വേണുഗോപാൽ സ്വീകരിക്കും. ഔദ്യോഗികമായി അതിന് തുടക്കമാകുമെന്നാണ് മനസ്സിലാകുന്നത്. ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? പത്മജ വേണുഗോപാൽ ബി.ജെ.പി. ആസ്ഥാനത്തേക്ക് എത്തും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ മുഴുവൻ മാധ്യമങ്ങൾ ഉൾപ്പെടെ ഈ പത്മജയെ കാത്തു നിൽക്കുകയാണ്. കാരണം കഴിഞ്ഞ ദിവസം മുതൽ തന്നെ പത്മജ വേണുഗോപാൽ ബി.ജെ.പിയിലേക്ക് എത്തുന്നു എന്നെ സംബന്ധിച്ചുള്ള വാർത്തകൾ വളരെയധികം സജീവമായിരുന്നു. ഇതിനെ ശരിവെച്ചുകൊണ്ടുള്ള പ്രതികരണം രാവിലെ ജനം ടിവിയോട് സംസാരിക്കുമ്പോഴാണ് പത്മജ തന്റെ ബി.ജെ.പി. പ്രവേശനം സംബന്ധിച്ചുള്ള ഔദ്യോഗികമായ ചില പ്രഖ്യാപനം നടത്തിയത്. അല്പസമയത്തിനകം എന്തായാലും ഈ ദീൻദയാൽ മാർഗിലെ പാർട്ടി ആസ്ഥാനത്തേക്ക് പത്മജ വേണുഗോപാൽ എത്തുന്നു എന്നതാണ് ഏറെ ശ്രദ്ധേയം. ഇതിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ ക്ഷീണമാണ് പത്മജ വേണുഗോപാലിന്റെ ഈ ഒരു നീക്കം എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. നമുക്കറിയാം, ദേശീയ തലത്തിൽ തന്നെ കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുഖങ്ങളിൽ ഒന്നാണ് കെ കരുണാകരൻ. അദ്ദേഹം ലീഡർ എന്ന പേരിൽ വിശേഷണമുണ്ടായിരുന്ന, കോൺഗ്രസിന് കേരളത്തിൽ കരുത്ത് പകർന്ന ഏറ്റവും വലിയ കോൺഗ്രസ് നേതാവിന്റെ മകൾ ഇപ്പോൾ ബി.ജെ.പിയിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. നേരത്തെ എ കെ ആന്റണിയെ പോലെയുള്ള പ്രമുഖ വ്യക്തിത്വങ്ങളുടെ കുടുംബത്തിൽ നിന്നും അനിൽ കെ ആന്റണിയും മറ്റും ബി.ജെ.പിയിലേക്ക് എത്തുകയും പിന്നീട് അദ്ദേഹം ഇപ്പോൾ പത്തനംതിട്ട എന്ന നിർണായകമായ മണ്ഡലത്തിൽ മത്സരിക്കുകയും ചെയ്ത സാഹചര്യമുണ്ട്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ മറ്റൊരു കേരള മുഖ്യമന്ത്രിയായിരുന്ന കോൺഗ്രസ് നേതാവായിരുന്ന കരുണാകരന്റെ മകൾ ഇന്നിപ്പോൾ ബി.ജെ.പിയിലേക്ക് എത്താൻ പോകുന്നത്. ബി.ജെ.പി. നാഷണൽ ഓഫീസ് അറിയിക്കുന്നത് 6:30 പത്മജ വേണുഗോപാൽ ബി.ജെ.പിയിൽ അംഗത്വം സ്വീകരിക്കും എന്നുള്ളതാണ്. ഇപ്പോൾ അതിനുവേണ്ട ഒരുക്കങ്ങൾ ദീൻദയാൽ മാർഗിലെ പാർട്ടി ആസ്ഥാനത്ത് പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. ലക്ഷ്മി, ഗൗതം സൂചിപ്പിച്ചതുപോലെയാണ് പത്മജ വേണുഗോപാലിന്റെ ബി.ജെ.പിയിലേക്കുള്ള പ്രവേശനത്തെക്കുറിച്ചുള്ള സൂചനകൾ ലഭിച്ചു തുടങ്ങിയപ്പോൾ തന്നെ ഔദ്യോഗികമായി നമുക്ക് അറിയിപ്പ് ലഭിക്കുന്നതിന് മുൻപ് തന്നെ ഒരു പക്ഷേ ഒരു അവിശ്വാസമൊക്കെ അതും കോൺഗ്രസിന്റെ പാർട്ടി അണികൾ പ്രത്യേകിച്ചും ഉണ്ടായിരിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ ലഭിച്ച തിരിച്ചടികൾ കോൺഗ്രസിൽ നിന്ന് എന്ന് പറഞ്ഞവർ പലതും ഒരുപക്ഷെ ഇനി തുറന്നു പറയാനിരിക്കുന്നതേ ഉള്ളായിരിക്കും. അങ്ങനെയാണെങ്കിൽ കൂടിയും അടിസ്ഥാനപരമായി ഗൗതം സൂചിപ്പിച്ചതുപോലെയാണ് അത് കോൺഗ്രസ് പാർട്ടിക്ക് ഉണ്ടാക്കാൻ പോകുന്ന ക്ഷീണം അനിൽ ആന്റണിയുടെ ബി.ജെ.പി. പ്രവേശനത്തിന് പിന്നാലെ അത് ചെറുതല്ലായിരിക്കും എന്നുള്ളതാണ്. ലക്ഷ്മി, തീർച്ചയായും വലിയ തോതിൽ ക്ഷീണമാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ പത്മജ വേണുഗോപാലിന്റെ ബി.ജെ.പി. പ്രവേശനം എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. നേരത്തെ ലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഇതിപ്പോൾ ഒറ്റപ്പെട്ട സംഭവമായി കാണാൻ സാധിക്കത്തില്ല. കേരളത്തിൽ നിന്നും കോൺഗ്രസിന്റെ നേതാക്കളുടെ നീണ്ട നിര ഇപ്പോൾ ബി.ജെ.പിയിലേക്ക് ഓരോ ദിവസവും എത്തുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അടുത്ത കാലത്താണ് അനിൽ കെ ആന്റണി എത്തിയത്. അതിനുശേഷം ഇപ്പോൾ പത്മജ വേണുഗോപാൽ എത്തുന്നു. ബി.ജെ.പിയുടെ ദേശീയ ഉപാധ്യക്ഷ സ്ഥാനം അലങ്കരിക്കുന്ന അബ്ദുള്ളക്കുട്ടിയെ പോലുള്ള നേതാക്കൾ കോൺഗ്രസിൽ നിന്നും എത്തിയിട്ടുണ്ട്. ടോം വടക്കൻ, അദ്ദേഹം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്താണ് 2019 കോൺഗ്രസിന്റെ ദേശീയ മീഡിയ വിഭാഗത്തിന്റെ ചുമതലയുണ്ടായിരുന്ന ടോം വടക്കൻ ബി.ജെ.പിയിലേക്ക് എത്തിയത്. ഇടതുപക്ഷത്ത് നിന്നും അൽഫോൺസ് കണ്ണന്താനത്തെ പോലെയുള്ള നേതാക്കൾ ഇവിടേക്ക് എത്തിയ ചരിത്രം നമുക്കറിയാം. അപ്പോൾ സ്വാഭാവികമായും ഇടത് വലത് മുന്നണികളിൽ നിന്ന് കേരളത്തിൽ നിന്നും ധാരാളം പ്രവർത്തകർ അല്ലെങ്കിൽ നേതാക്കന്മാർ ബി.ജെ.പിയിലേക്ക് ഒഴുകുന്നു. ഇതും നേരത്തെ നമ്മൾ ഉത്തര ഭാരതത്തിലാണ് ഈ കാഴ്ച പലപ്പോഴും കണ്ടിട്ടുള്ളത് എന്ന് എടുത്തു പറയേണ്ടതാണ്. പക്ഷേ ഇപ്പോൾ ഉത്തര ഭാരതത്തിനപ്പുറം ദക്ഷിണ ഭാരതത്തിൽ കൂടി എല്ലാ മുന്നണികളിൽ നിന്നും, പ്രത്യേകിച്ച് പ്രതിപക്ഷ കക്ഷികളിൽ നിന്നും കേരളത്തിലെ ഇടത് വലത് മുന്നണികളിൽ നിന്ന് ബി.ജെ.പിയിലേക്ക് നേതാക്കളുടെ ഒഴുക്ക് തുടരുന്നു എന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതിന്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമായി വേണം ഈ പത്മജയുടെ ബി.ജെ.പി. പ്രവേശനത്തെ നോക്കിക്കാണാൻ. നമുക്കറിയാം, പത്മജ വേണുഗോപാൽ കേരള രാഷ്ട്രീയത്തിൽ നിർണായക സ്ഥാനമുള്ള വ്യക്തിത്വം കൂടിയാണ്. കെ കരുണാകരന്റെ മകൾ, അതോടൊപ്പം തന്നെ ജനകീയ അടിത്തറ ഉള്ള നേതാവ്. പ്രത്യേകിച്ച് തൃശൂർ പോലെയുള്ള ജില്ലകളിൽ പത്മജയ്ക്കുള്ള സ്വാധീനം നമ്മൾ വിവിധ തെരഞ്ഞെടുപ്പുകളിൽ കണ്ടിട്ടുള്ളതാണ്. 1998 കെ കരുണാകരൻ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും വിജയിച്ചതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടിത്തറ അന്ന് ഒരുക്കിയത് ഒരുപക്ഷെ കരുണാകര വിഭാഗത്തിന് 94 മുഖ്യമന്ത്രി സ്ഥാനം നഷ്ടപ്പെട്ടതിന് ശേഷം ആ ഗ്രൂപ്പിന്റെ ശക്തി ക്ഷയിക്കുന്ന ഘട്ടത്തിൽ കരുണാകരന്റെ ഒരു തിരിച്ചുവരവ് 98 തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലാണ് നമ്മൾ കാണുന്നത്. അന്ന് ആ തെരഞ്ഞെടുപ്പിന് ചുക്കാൻ പിടിച്ചുകൊണ്ടാണ് പത്മജ വേണുഗോപാൽ എന്ന നേതാവ് കേരള രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരുന്നത്. പിന്നീട് വിവിധ ഘട്ടങ്ങളിൽ കരുണാകരനൊപ്പവും അല്ലാതെയും ഒക്കെ പത്മജ സ്വന്തം നിലയിൽ രാഷ്ട്രീയത്തിൽ തന്റെ വ്യക്തിമുദ്ര
പതിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു സ്ത്രീ ശക്തിയുടെ പ്രതീകമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. എന്തായാലും അല്പസമയത്തിനകം ദീൻ ദയാൽ മാർഗിലെ BJP ആസ്ഥാനത്തേക്ക് പത്മജ വേണുഗോപാൽ എത്തും. ഇപ്പോൾ എല്ലാ കണ്ണുകളും ആ ഒരു കാഴ്ചയിലേക്കാണ് തീർച്ചയായും ഉറ്റുനോക്കുന്നത്. അത് എടുത്തു പറയേണ്ടതാണ്. എല്ലാ കണ്ണുകളും ആ ഒരു കാഴ്ചയിലേക്ക് എന്ന് പറയുമ്പോൾ ഗൗതം, ഈ പത്മജ കോൺഗ്രസ് വിട്ടത് കോൺഗ്രസിനെ ഒരു തരത്തിലും ബാധിക്കില്ല, പാർട്ടിക്ക് ഒരു തരത്തിലുള്ള ക്ഷീണവും ഉണ്ടാക്കില്ല, കൊഴിഞ്ഞുപോക്ക് എന്നതിനെ പറയാൻ സാധിക്കില്ല, ഒരു വ്യക്തിയുടെ പോക്ക് കൊഴിഞ്ഞുപോക്കല്ല എന്നൊക്കെ പറഞ്ഞ് നേതാക്കളിനെ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഒരു ഇമോഷണൽ എലമെന്റ് ഒക്കെ ഇതിൽ കൊണ്ടുവരാനും ശ്രമിക്കുന്നുണ്ട്. കാരണം കെ കരുണാകരന്റെ ആത്മാവ് പത്മജയോട് പൊറുക്കില്ല എന്ന് വരെ പറയുന്നവരുണ്ട്. പക്ഷെ അതിനൊക്കെ അപ്പുറത്തേക്ക് ഗൗതം സൂചിപ്പിച്ചതിലാണ് എല്ലാ മുന്നണികളിൽ നിന്നും BJPയിലേക്ക് ഒരു ഒഴുക്കുണ്ട്. അത് ഉത്തരഭാരതത്തിൽ അത് കൂടുതലായി കാണാൻ സാധിക്കുന്നു. ഈ കേരളത്തിലും അതിങ്ങനെ തുടർന്ന ഒരു സാഹചര്യം, പ്രത്യേകിച്ച് കോൺഗ്രസിന് ഇത് അത്രത്തോളം വലിയ ക്ഷീണം ഉണ്ടാക്കും എന്നുള്ളത് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. കാരണം ഇന്ത്യ മുന്നണിയിൽ തന്നെ കോൺഗ്രസിന്റെ ഒരു പ്രതാപമൊക്കെ ക്ഷയിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ കേരളത്തിലായിരുന്നല്ലോ എന്തെങ്കിലും ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നെങ്കിൽ അത് കൊഴിഞ്ഞുപോക്ക് പാർട്ടി ഒരു തരത്തിലും ബാധിക്കില്ല എന്ന് എത്രത്തോളം ആത്മവിശ്വാസത്തോടെ നേതാക്കൾക്ക് അത് പറയാൻ സാധിക്കുമെന്നുള്ളതാണ്. ലക്ഷ്മി, ഉത്തരഭാരതത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കോൺഗ്രസിൽ നിന്നും ധാരാളം നേതാക്കൾ BJPയിലേക്ക് എത്തുന്നത് നമ്മൾ മുൻപ് പലതവണ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ തന്നെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ആ സംസ്ഥാനത്തെ 4 BJP മുഖ്യമന്ത്രിമാരും മുൻപ് കോൺഗ്രസിൽ നിന്നും BJPയിലേക്ക് എത്തിയതാണ്. അസോമിൽ ഹിമന്ത ബിശ്വ ശർമ്മയാണെങ്കിലും, മണിപ്പൂരിൽ എൻ ബൈരൻ സിംഗ്, ത്രിപുരയിൽ മാണിക് സാഹ, അതോടൊപ്പം അരുണാചൽ പ്രദേശിലെ പെമാ ഖണ്ഡു, ഇവരെല്ലാം കോൺഗ്രസിൽ നിന്ന് തന്നെ BJPയിലേക്ക് എത്തിയ നേതാക്കളാണ്. നേരത്തെ കോൺഗ്രസിലായിരുന്നു, ഇന്നിപ്പോൾ BJPയിലെത്തി അവർ BJPയെ നയിക്കുന്നുണ്ട്. ഉത്തരഭാരതത്തിലും നമുക്ക് ധാരാളം, വടക്ക് കിഴക്കൻ മേഖലയിൽ മാത്രമല്ല നോർത്ത് ഇന്ത്യയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ധാരാളം കോൺഗ്രസ് നേതാക്കൾ, ഏറ്റവും ഒടുവിൽ ഗ്വാളിയാറിലെ MP ആയിരുന്ന വ്യക്തി ഉൾപ്പെടെ ധാരാളം ഉദാഹരണങ്ങൾ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കും. ജ്യോതിരാദിത്യ സിന്ധ്യ ഉൾപ്പെടെയുള്ള നിരവധി ഉദാഹരണങ്ങൾ നമുക്ക് മുന്നിലുണ്ട്. എന്നാൽ കേരളത്തിൽ പല ഘട്ടങ്ങളിലും ഈ കോൺഗ്രസും ഇടതുപക്ഷവും വലിയ തോതിൽ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചിരുന്നത് കേരളത്തിൽ കോൺഗ്രസിൽ നിന്നും അല്ലെങ്കിൽ മറ്റു പാർട്ടികളിൽ നിന്നും BJPയിലേക്ക് നേതാക്കൾ പോകില്ല എന്നുള്ളതായിരുന്നു. ഇപ്പോൾ വലിയ തോതിൽ ഇതിന് തിരിച്ചടി നൽകിക്കൊണ്ടാണ് BJPയുടെയും ആശയങ്ങൾ. ഇപ്പോൾ ലക്ഷ്മി, പത്മജ ഇപ്പോൾ BJP ആസ്ഥാനത്ത് എത്തിയിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ദീൻ ദയാൽ മാർഗിലെ BJP ആസ്ഥാനത്ത് പത്മജ വേണുഗോപാൽ എത്തിയിരിക്കുന്നു. അല്പസമയത്തിനകം തന്നെ ഈ വാർത്താ സമ്മേളനം നടക്കുന്ന ഈ ഒരു പ്രസ് കോൺഫറൻസ് റൂമിലേക്ക് പത്മജ വേണുഗോപാൽ എത്തും. അതിനുശേഷമാണ് BJP അംഗത്വം സ്വീകരിക്കുക. ലക്ഷ്മി, പത്മജ വേണുഗോപാൽ BJP ആസ്ഥാനത്തേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു എന്നുള്ള ഏറ്റവും പുതിയ വിവരമാണ് ഗൗതം സൂചിപ്പിച്ച. അല്പസമയത്തിനകം അവർ ഔദ്യോഗികമായി BJPയിൽ അംഗത്വം സ്വീകരിക്കും. ആ കാഴ്ചയിലേക്കാണ് ഗൗതം നേരത്തെ പറഞ്ഞ പോലെ എല്ലാ കണ്ണുകളും എന്തായാലും